ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ന്യൂസിലാൻഡ് IJK ഫാമിലിയുടെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാ അമ്മമാർക്കും ന്യൂസിലാൻഡ് IJK ഫാമിലിയുടെ ഹാപ്പി മദേഴ്സ് ഡേ. അപ്പൊ ഇന്ന് മദേഴ്സ് ഡേ പ്രമാണിച്ച് ഞങ്ങൾ വന്നേക്കണത് മിഠായി വാലയിലാണ് കേട്ടോ. കാലത്ത് തന്നെ ഡ്രസ്സ് മാറിക്കോ പോവാം എന്ന് പറഞ്ഞപ്പോ അറിയില്ലായിരുന്നു കേട്ടാന്ന്. അപ്പോൾ അതൊരു സർപ്രൈസ് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. എനിക്ക് ഈവനിങ് ഡ്യൂട്ടി ഉണ്ട്, എങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകാൻ കരുതി. ഞങ്ങൾക്ക് വേണ്ട ഫുഡൊക്കെ ഓർഡർ ചെയ്ത് വെയിറ്റിങ്ങിലാണ്. അവിടെ ഒരു പാട്ടുള്ള കാരണം കൊണ്ട് നമുക്ക് അവിടെ വെച്ചിട്ട് വർത്താനൊന്നും പറയാൻ പറ്റില്ലായിരുന്നു. അവരവരുടെ ഒരു പൂജയുടെ പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കാത്തിരിക്കുക. എല്ലാവർക്കും വിശന്ന് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നേരം വൈകുന്നുണ്ട്. ഡ്യൂട്ടിക്ക് 12 മണി നമ്മൾക്ക് പോണതിന് മുന്നേ എല്ലാം റെഡി ആവണ്ടേ. അങ്ങനെ നിൻ്റെയും പൊന്നൂസിൻ്റെയും ഫുഡ് ഫസ്റ്റ് വന്നു. അപ്പോൾ ഞങ്ങൾക്ക് കൊതിയായിട്ട് ഞങ്ങൾ അവരിൽ നിന്ന് കഴിക്കണതാണ് കാണുന്നത്. നിൻ്റെയും പൂരിയും കടലക്കറിയും പറഞ്ഞായിരുന്നേ. പൊന്നൂസാണെങ്കിൽ ചോളഭട്ടൂര. അവന് എവിടെ പോയാലും അവൻ ചോളഭട്ടൂര ഇനി മിക്കവാറും കഴിക്കാറ്. വാവുട്ടി നൂഡിൽസാണ് പറഞ്ഞത്. അപ്പം അത് കുറച്ച് സമയം എടുക്കുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വിഷമിച്ചിരിക്കുകയാണ്. ഞാൻ എനിക്ക് വേണ്ടി സെപ്പറേറ്റ് ഒന്നും പറഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പൂരിയും ചോളഭട്ടൂരയും നൂഡിൽസും എല്ലാം കഴിച്ചു. അങ്ങനെ ഞങ്ങളുടെ നൂഡിൽസിന് വേണ്ടിയിട്ടുള്ള കട്ട വെയിറ്റിങ്ങാണ്. അങ്ങനെ നീണ്ട കാത്തിരിപ്പിന് ശേഷം നൂഡിൽസ് എത്തി. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. മാവട്ടിക്ക് ഭയങ്കര ഇഷ്ടം നൂഡിൽസ്. അവൻ എവിടെ പോയാലും നൂഡിൽസ് തന്നെ ഓർഡർ ചെയ്യുക. പക്ഷെ നല്ല ചൂടായിരുന്നു. എല്ലാ പ്രാവശ്യം നൂഡിൽസിന് എരിവ് കൂടുന്ന കാരണം കൊണ്ട് ഫുള്ള് കഴിച്ച് തീർക്കാൻ പറ്റാറില്ല. പക്ഷേ ഈ പ്രാവശ്യം ഒരുവിധമൊക്കെ കഴിച്ചു. പക്ഷെ ഞങ്ങൾ ഓൾറെഡി പൂരിയും ചോളഭട്ടൂരിയൊക്കെ കഴിച്ചത് കാരണം കൊണ്ട് വയറ് പെട്ടെന്ന് നിറഞ്ഞ പോലെ തോന്നി. ബാക്കിയുള്ളത് കാരണം കൊണ്ട് പാഴ്സൽ ചെയ്തെടുത്തു. മൊത്തം കഴിക്കാൻ പറ്റിയില്ല. ഞാനപ്പം ചോളഭട്ടൂര കഴിക്കണതാണ് കാണുന്നത്. ഇതാണ് നമ്മൾ പോയ മിഠായി വാല എന്നുള്ള കടാട്ടാ. അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ഇറങ്ങി. ഡ്യൂട്ടിക്ക് പോകാനുള്ളതിനുണ്ട്, പിന്നെ അധികം സമയമില്ല. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴാണ് ഇവിടെ ഒരു ഫ്രൂട്ട് മാർക്കറ്റ്, ഒരു വെജിറ്റബിൾ കട കണ്ടത്. കുറേ ഭാഷയിൽ എഴുതിയിട്ടുണ്ട് ഇവിടെ. ഒരുപാട് ഭാഷയിൽ ഇവിടെ എഴുതിയിട്ടുണ്ട് വെൽക്കം എന്നുള്ളത്. അപ്പോൾ ഈ ഒരു വെജിറ്റബിൾ കടയിലേക്കാണ് നമ്മളിപ്പോൾ കയറാൻ പോണത്. അധികം സാധനങ്ങളൊന്നും വാങ്ങിക്കേണ്ടില്ല. അവിടെ ഒരു കപ്പലണ്ടി മിഠായി കണ്ടപ്പം അത് ഫസ്റ്റ് എൻ്റെ അടുത്ത് കൈ പിടിച്ചു. പിന്നെ ഞങ്ങൾക്ക് വാങ്ങിക്കേണ്ടത് പഴം മാത്രമായിരുന്നു. അത് വാങ്ങിച്ച് തിരിച്ചു പോന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. മറ്റൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണുന്നവരെ ബൈ.